കമ്മ്യൂണിസ്റ്റുകാരുടെ ജനദ്രോഹപരമായ വെട്ടിനിരത്തൽ പരിപാടിക്കുള്ള മറുപടിയാണിത്. ഈ തെങ്ങിൻ തൈ ഒരു പ്രതീക മാത്രം. ഇതുപോലെ 10 ലക്ഷം തൈകൾ ഞങ്ങൾ നടും. തെങ്ങും റബ്ബറും കവുങ്ങും എല്ലാം ഞങ്ങൾ നടും. അതിൽ ആരെങ്കിലും ഒന്ന് വെട്ടിയാൽ അവന്റെ കൈ ഞങ്ങൾ വെട്ടിയെറിയും. കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നട്ട തൈയാണ് ഇത്. ഈ തൊടുന്നവന്റെ കൈ വെട്ടിയെറിയുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഞാനാണിത് പിഴുതെടുത്തത്. ഉദ്ദേശിച്ച് ചെയ്തല്ല ശിവേട്ട. പിന്നെ രാഷ്ട്രീയം ജനസേവനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നീയൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാ? അല്ലെങ്കിൽ തേച്ച കഥ ഷർട്ട് കൊണ്ടുവിട്ട് 5 സ്റ്റാർ ഹോട്ടലിലെ AC മുറികളിലും പാർട്ടി ഓഫീസിലും നിന്ന് പരസ്പരം കുതികാലോട്ടും പാരവെപ്പായിരുന്നില്ലേ നിന്റെ രാഷ്ട്രീയം? അധികാരം പോയാൽ പിന്നെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന നിനക്കൊക്കെ പ്രതികരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നപ്പോ ഭീഷണിപ്പെടുത്തുന്നു. ശിവേട്ട ക്ഷമിക്കണം. അങ്ങനെയെങ്കിലും പറയാതെ ഞങ്ങളിവിടെ ഒന്ന് പിഴച്ചു വിട്ടെ ശിവേട്ട. അണ്ണനെല്ലാം വെട്ടി നിർത്തിക്കോ. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങളോട് ക്ഷമിക്കേട്ടാ. നീ എന്താ വഴിക്ക്? അച്ഛന് മരുന്ന് വാങ്ങിക്കാനായിട്ട് മിനിഞ്ഞാന്ന് കാലത്ത് ചോര ഛർദ്ദിച്ചു. 2 ദിവസം ആശുപത്രിയിലായിരുന്നു. പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളം പറഞ്ഞു ഡോക്ടർ. അച്ഛനിപ്പോ വീട്ടിലുണ്ട്. അച്ഛാ വേണ്ട, ഉറങ്ങാൻ വിളിക്കണ്ട. ഇല്ലേട്ടാ, ഞാനിപ്പോ കഞ്ഞി കൊണ്ട് കൊടുത്തോളൂ. അച്ഛാ, അച്ഛത്തെ നോക്ക്, ഏട്ടൻ വന്നിരിക്കുന്നു. അവൻ എന്നെ കാണണ്ട. എന്റെ ശവം പോലും അവൻ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പോവാൻ പറ, ഇറങ്ങി പോവാൻ. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. വെച്ചോളൂ. വേണ്ട ഏട്ടാ, അച്ഛൻ ഇഷ്ടാവില്ലെന്ന് അറിഞ്ഞോണ്ട് ഏട്ടനോട് ഒന്നും വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ? ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ജയേട്ടൻ നോക്കുന്നുണ്ട്. നീ ആരെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ജയചന്ദ്രനെ തന്നെ ഒരു ജോലി കിട്ടിയ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞവളല്ലേ നീ? പിന്നെ ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 9 മാസത്തെ ടെമ്പററി പോസ്റ്റിങ്ങിന് പലതവണ ഇന്റർവ്യൂവിന് പോയതാണ്. എന്നിട്ടും തന്നില്ല. പണവും ശുപാർശയുള്ളവർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഏട്ടൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഇപ്പോ നിങ്ങളുടെ സർക്കാർ വന്നപ്പോ ഞാൻ വീണ്ടും പോയി. അപ്പോ എന്നോട് DD ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? ഒരു രാത്രി ഞാൻ അയാൾക്ക് വേണ്ടി കിടക്ക വിരിക്കണമെന്ന്. എന്താ, ജോലി കിട്ടാൻ ഞാൻ അത് ചെയ്യണമായിരുന്നു ഏട്ടാ. ശിവദാസ് ഇരിക്കൂ സാർ. വേണ്ട, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ സ്പെഷ്യൽ ഇന്റർവ്യൂവിന് തന്റെ ഹോട്ടൽ മുറിയിലേക്കാണോ വിളിക്കുന്നത്? ഇയാൾ എന്താ ഈ പറയുന്നത്? പറയല്ല, പ്രവർത്തിക്കും ഞാൻ. മാസാമാസം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എന്ന പ്രകാശനം നടത്തി ഇവൻ കാണിക്കുന്ന കോമാളിത്തരമുണ്ടല്ലോ. സ്വന്തം അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാത്ത ഇവന്റെ ഷണ്ടത്വം. അതിന് കൂട്ടു നിൽക്കാൻ നിങ്ങളെ പോലെ കുറെ അവന്മാരും. ഇനി ഇവിടെ വരുന്ന പെമ്പിള്ളേർ ആരെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് വന്നാൽ കുത്തി കീറിക്കളെ ഞാൻ. ശിവദാസ പറയുന്നേ. നമസ്കാരം. വരണം സർ. എങ്ങോട്ട്? ഒന്ന് സ്റ്റേഷൻ വരെ പ്ലീസ്. സാറ് മുന്നോട്ടിരുന്നോട്ടെ, ഞാൻ പുറകിലിരുന്നോളാം. വേണ്ട, ഞാൻ ബാക്കിലിരുന്നോളാം. വരണം സർ. ഇരിക്കണം സർ. എന്തിന്? മുമ്പൊരിക്കൽ ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോ എന്നെ ഇരിക്കാൻ പോലും സമ്മതിക്കാതെ കസേര തട്ടിത്തെറിപ്പിച്ചവനാ താൻ. എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല, അവിടെ ആളുകളുടെ ഇടയിൽ നിന്ന് ഫേസ് സേവ് ചെയ്യാൻ. താൻ എന്നെ ഇപ്പൊ അങ്ങനെ സേവ് ചെയ്യണ്ട. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് ഞാൻ അയാളെ തല്ലിയത്. അതെന്തിനാണെന്ന് നാട്ടുകാർ അറിയണമെന്നുണ്ടെങ്കിൽ താൻ എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. സാർ അങ്ങനെ പറഞ്ഞാൽ? ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഊച്ചാളി നേതാവിനെ കണ്ടാൽ പോലും വാലും മടക്കി നിന്ന് കാല് നക്കാൻ തുടങ്ങുന്ന തന്നെ പോലുള്ള പോലീസുകാരാണോ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നത്? എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടോ. എടുക്ക. ഹലോ, ഇവിടെ ഉണ്ട് സർ. കൊടുക്കാം സർ. സാറിനാണ് CM. ഞാൻ വരാം. ഏതായാലും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരുത്തനെ ഇങ്ങനെ തല്ലിച്ചതിക്കാൻ നിനക്കെന്താ വട്ടുണ്ടോ? ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം? പ്രതിപക്ഷവും പത്രങ്ങളും അവന്റെ യൂണിയൻകാരും അവരിനി ഇരിക്കെ പൊറുതി തരുമോ? മിനിസ്ട്രിക്ക് മൊത്തം ചീത്തപ്പേരായില്ലേ? ഒന്നുമില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഘടകകക്ഷിയിൽപ്പെട്ട ആളാണെന്നെങ്കിലും നീ ഓർക്കണ്ടേ?
ഇനി ഞാൻ അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന വൃത്തികേടുകളെല്ലാം മന്ത്രി അറിയണം, ജനങ്ങളും അറിയണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നീ ഇങ്ങനെ ഒരു തെരുവ് കുണ്ടയെ പോലെ പെരുമാറാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇന്റർവ്യൂവിന് ഓഫീസിൽ ചെന്ന് എന്റെ പെങ്ങളോട് ഒരു രാത്രി കൂടെ കിടക്കാമെന്ന് ചോദിച്ചാൽ തെമ്മാടിയെ തല്ലുകയല്ല, കുത്തി കീറുക വേണ്ടത്. സഖാവിന്റെ മകളോടോ പെങ്ങളോടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ സഖാവ് അവരെ പൂട്ട് പൂജിക്കുമായിരുന്നു. അന്നേരം പാർട്ടിയും ഗവൺമെന്റും ഘടകകക്ഷിയൊന്നും ആരും നോക്കല സഖാവേ. ശിവദാസിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. എന്നാലും കാര്യങ്ങൾ നീ അറിയണം. പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരും ചുരുക്കം ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയുള്ള ബ്യൂറോക്രാറ്റ്സ് IAS-ഉം IPS-ഉം തൊട്ട് തൂപ്പുകാരൻ വരെ പഴയതായിരിക്കും. വർഷങ്ങളായി അവർ വളർത്തിയെടുത്ത അഴിമതി പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്താനാവില്ല. തല്ലിയത് കൊണ്ടോ കൊന്നത് കൊണ്ടോ അത് അവസാനിക്കാൻ പോകുന്നുമില്ല. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ബോധവൽക്കരിക്കണം. അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ ഇപ്പോൾ ഒരു ഘടകവാദം നിലനിൽക്കുമ്പോൾ അണികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ താത്വികാടിസ്ഥാനത്തിൽ തന്നെ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് അനന്തനും ഞാനും ചേർന്ന് നിന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ക്യാമ്പയിൻ. ജനാധിപത്യം ഭരണഘടനാ രൂപമാണെന്ന ലെനിന്റെ നിർവചനത്തോട് നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. മാർക്സിസ്റ്റ് തത്വങ്ങൾക്ക് വിപരീതമായി ലെനിൻ രൂപം കൊടുത്ത രാഷ്ട്രീയ ഘടനകൾ സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ സംഘടനകളായി അധപ്പതിച്ചപ്പോഴാണ് സോവിയറ്റ് റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നത്. ചൈനയിലാണെങ്കിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മാവോ തന്നെ അധികാരമേറ്റെടുത്തപ്പോൾ മാർക്സ് വിഭാവനം ചെയ്തതുപോലെ തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണകൂടത്തെ ഒരു വർഗരഹിത സമൂഹത്തിലേക്ക് നയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. പ്രസ്ഥാനം വിഗ്രഹവൽക്കരിച്ച ഈ ആചാര്യന്മാരെ അടിമ മനോഭാവത്തോടെ നോക്കിക്കണ്ട നമ്മുടെ മുൻ നേതാക്കന്മാരുടെ തെറ്റുകൾ നാം ആവർത്തിക്കരുത്. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മിനിറ്റ്, ഒരു വയർലെസ് മെസ്സേജ് ഉണ്ട്. മുഖ്യമന്ത്രി അയച്ചതാ. പോലീസ് ജീപ്പ് പുറത്തുണ്ട്. എന്താ കാര്യം? അച്ഛൻ മരിച്ചെന്ന്. ഏട്ടാ, നമ്മുടെ അച്ഛൻ. അത് അങ്ങോട്ട് കൊടുക്ക. മകനാണ് ശരിക്കും തീ കൊടുക്കേണ്ടത്. വേണ്ട, അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊളുത്താം. അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു. എന്താ ഉണ്ടായത്? ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും ചുമട്ടുകൂലിന്നും പറഞ്ഞ് എവന്റെ ആൾക്കാർ നാട്ടുകാരുടെ നിന്ന് പണം പിടിച്ചു പറിക്കുക. ഫുഡ് കോർപ്പറേഷനിലെ ജോലിക്ക് എവന്റെ ആൾക്കാരെ മാത്രം അയക്കുന്നുള്ളൂ. അത് ചോദിക്കാൻ ഞാനിവിടെ വന്നപ്പോ ഇവൻ എന്നെ തല്ലി. നീ അല്ലടാ എന്നെ ആദ്യം തല്ലി. കള്ളം പറയുന്നോടാ. നിർത്തടാ. സേവിയറെ ചോദ്യം ചെയ്യാൻ നിനക്കാരെ അധികാരം തന്നത്? നീ ഇങ്ങോട്ട് വന്നു തന്നെ തെറ്റ്. പറടാ മാപ്പ്. ട്രേഡ് യൂണിയനുകൾക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടും സഹജീവികളോടുമുള്ള പ്രതിബദ്ധത മറക്കരുത്.
പാർട്ടിയിൽ നിന്ന് വേറിട്ട് ട്രേഡ് യൂണിയൻ ഒരു സ്വതന്ത്ര സംഘടനയാക്കാനുള്ള ശ്രമം തെറ്റാണ്. പാർട്ടി അണികൾ ജീവനും രക്തവും കൊടുത്ത് വളർത്തി വലുതാക്കിയതാണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ചേരി തിരിഞ്ഞൊന്ന് വാഴ്ത്താനും അധിക്ഷേപിക്കാനും തുടങ്ങുന്നത് തെറ്റാണ്. നമുക്ക് നമ്മുടെ പ്രസ്ഥാനമാണ് വലുത്. പറയടാ മാപ്പ്, പറയടാ. ഞാൻ ചെയ്തത് തെറ്റാണ്. കഴിഞ്ഞ മിനിസ്റ്ററി അന്യായമായാണ് എന്നെ മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് മാർക്സിസ്റ്റുകാർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അതേ ഭൂരിപക്ഷം ഇന്നും എനിക്കുണ്ട്. 18 സന്യാസിമാരിൽ 10 പേരും എന്നോടൊപ്പമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവരെന്നെ മഠാധിപതിയാക്കുന്നില്ല? നരേന്ദ്രൻ സഖാവ് അനന്തനോട് ഇക്കാര്യം ഒന്ന് ചോദിക്കണം. ആ നാരിയെ ഞാൻ ഇനി കാണില്ല. അവന്മാർക്ക് വേണ്ടി ഒത്തിരി സഹായം നമ്മൾ ചെയ്തതല്ലേ? സ്വാമി എന്ത് പുല്ല് സഹായം ചെയ്തെന്ന? കഴിഞ്ഞ ഇലക്ഷനിൽ 1.5 കോടി ഉറുപ്പികയാണ് ഞാൻ ഇറക്കിയത്. എന്നിട്ട് ഒരു കാര്യത്തിനും അയാൾ എന്നെ സഹായിച്ചില്ലല്ലോ. ഞാൻ അന്നേ ഇതൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങളൊരു വാശിയുടെ പുറത്തല്ലേ ചെലവിട്ടത്? അതേടോ, എനിക്ക് വാശിയുണ്ട്. തന്നെ പോലെ കാരണവന്മാരുണ്ടാക്കി വെച്ച പത്രം കൊണ്ട് ജീവിക്കുന്നവനല്ല ഞാൻ. സ്വന്തം കൈയൊക്കെ കാണുന്നതെല്ലാം നേടിയത്. നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ എനിക്കറിയാം. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സ്വാമിയുടെ കാര്യവും നടക്കും. മഠത്തിൽ സ്വാമിക്കെതിരെ പ്രവർത്തിക്കുന്നതും കുഴപ്പമുണ്ടാക്കുന്നതും BSSകാരല്ലേ? അവന്മാരെ നേരിടണം, തല്ലി ഒതുക്കണം. അക്കാര്യത്തിൽ അനന്തനേക്കാൾ ശക്തനായ ഒരാളെ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും നമ്മോട് ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വലം കൈ സഖാവ് സ്റ്റാലിൻ ശിവദാസ്. കമ്പനിക്ക് വേണ്ടിയെങ്കിലും അല്പം. ഇല്ല, ഞാൻ കഴിക്കാറില്ല. ഏതായി ഗസ്റ്റ് ഹൗസ്? ഉടമസ്ഥൻ ഹാഷിം ഭായ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചു. വല്ലപ്പോഴും ഇവിടെ വരുമ്പോ താമസിക്കാനാ. ഫലത്തിൽ ഞാനാ താമസിക്കുന്നത്. ലിക്കർ ഷാപ്പിലെ തൊഴിൽ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞല്ലേ താൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എന്നിട്ട് അവർക്ക് എവിടെ? ഇപ്പോഴെത്തും. അതിൽ നേരത്തെ വന്നൊരാൾ സഖാവിനെ കാണാനായിട്ട് മുറി ഇരിപ്പുണ്ട്. ഒന്നങ്ങോട്ടെ എന്നാട്ടെ. എന്ന് തുടങ്ങി നിന്റെ ഈ ബിസിനസ്? നിന്നോടാ ചോദിച്ചത്? സേവിയറാണോ നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? പറയടി. അത് ഞാൻ തന്നെ. ആന്റോ എന്നെ ചതിച്ചു. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട്. കരയുന്നു? ഇങ്ങനെ നാണം കെട്ട് കണ്ടവന്റെ കിടപ്പറയെ കയറി നിരങ്ങുന്നതിനേക്കാൾ ചത്തൂടെ എനക്ക്? എടാ സേവരെ, നീ എന്താ എന്നെ പറ്റി കരുതിയത്? ക്ഷമിക്കണം മിസ്റ്റർ ശിവദാസ്, അവനെ ഒന്നും പറയണ്ട. ഇതെല്ലാം എന്റെ ഒരു ഏർപ്പാടായിരുന്നു. നമുക്ക് നേരിലൊന്ന് കാണാൻ. എന്തിന്? കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നോടൊപ്പം വെറുപ്പുണ്ടെന്ന് തോന്നി. ഏയ്, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, അറപ്പേ ഉള്ളൂ. ശിവദാസ്, കയ്യിലെ പണവും സ്വാധീനവും പേശുബലവും കൊണ്ട് പാർട്ടിയിൽ നിമനെപ്പോലെ ചില ചണ്ടികളെ നിങ്ങളുടെ വരുതിക്ക് വരുത്തിയെന്ന് വരാം. പക്ഷെ എല്ലാവരെയും അങ്ങനെ കാണരുത്. ശ്രീമൻ ശിവദാസ് നമ്മെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഇല്ല സ്വാമി, സ്വാമിയെ കുറിച്ച് ശരിയായിട്ട് മാത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു ധർമ്മസ്ഥാപനത്തിന്റെ മഠാധിപതിയായിരുന്ന കാലത്ത് സ്വാമി കളിച്ച കളി ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. സാറൽപ്പം തിരക്കിലാണ്. ശിവേട്ടനൊന്നും തടാൻ ഒരു ബ്ലാക്ക് ആറ്റോ ആയില്ല കേട്ടോ. മേയർ എന്ന് തുടങ്ങി പുതിയ പണി? പുറത്തേക്ക് പോ. അല്ല, ശ്രീകല മാഡം അകത്തുണ്ടായിരുന്നോ? മാഡം ഈയിടെ ഒരുപാട് പേരെ ഐസ്ക്രീം കഴിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്പം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിപ്പിക്കും. എന്തേ? ഒരു ജില്ലയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും കയ്യിലുണ്ടെന്ന് കരുതി നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാമെന്ന് കരുതി? അല്ല സഖാവെ, ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട പെണ്ണിനെ ആശയും മോഹവും കൊടുത്ത് അവളെ ആശിപ്പിച്ച് മേലാളന്മാർക്ക് കാഴ്ചവെക്കുന്ന നിന്നെപ്പോലത്തെ പരമനറിയും. അയ്യോ, ഒരു കുഴപ്പമില്ല. ശിവേട്ടൻ മേയർ അടിതട പഠിപ്പിച്ചോണ്ടിരിക്കുക. ഭംഗിയായി നടക്കട്ടെ ശിവേട്ട. മേയർ പണ്ടേ അടിതടയിൽ മോശമാണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. മിണ്ടിപ്പോരുത്, ശബ്ദിച്ച കുത്തി കീറിക്കളെ ഞാൻ. ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് പറയുന്നത്. സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് ശരത്തിന്റെ അടുത്ത് നേരിട്ട് വന്നത്. അവരാകെ തളർന്നിരിക്കുക. എന്താ പറയാനുള്ളത്? പേടിക്കണ്ട, ഞങ്ങളോട് പറഞ്ഞതെല്ലാം തുറന്നു പറഞ്ഞോളൂ. എന്റെ മോള് അവള് സഹിക്കാൻ കഴിയാതെ ഈ കടുകൈ ചെയ്തത്.
നിർബന്ധിച്ച് അവരവളെ പലയിടത്തും കൊണ്ടുപോയി. പലർക്കും കാഴ്ച വെച്ചു. ആര്? എവിടെ റോസിയല? എന്താ കാര്യം? പറയടാ പുറ. ഓഹോ, ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞ നിനക്ക് ഇതാണ് ഇവിടെ പണിയല്ലേ? എടോ, ഞാൻ ആരാണ് തനിക്കറിയോ? എനിക്ക് മിനിസ്ട്രിയിലുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മയുടെ ഒരു സ്ട്രെങ്ത്. മയക്കുമരുന്ന് കലർത്തി ഐസ്ക്രീം കൊടുത്ത് ഇതുപോലെ എത്ര പെൺകുട്ടികളെ നീ നശിപ്പിച്ചിട്ടുണ്ട്? നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ വേറെയുണ്ട് മാർഗം. പറയാം, ഞാനെല്ലാം പറയാം. എന്താടോ തനിക്ക് എന്താണോ ഇവിടെ കാര്യം? കാര്യം ഉണ്ടോ? കയ്യറോ, ഞാൻ ഇവിടുത്തെ മേയറാ. അയ്യോ, സാർ ഇവിടുത്തെ മേയറാണ്. കള്ളക്കഴുവറ മോനെ. ഈ കുറ്റത്തിന് പാർട്ടി ആൻഡോയെ മാത്രം ശിക്ഷിച്ചാൽ മതിയാവില്ല. കള്ളച്ചാരായം വിറ്റ് നടന്നൊരു കോമാളിയെ പിടിച്ച് മേയറാക്കിയതിന്റെ ഫലമാണിത്. കാശിന് ഗതിയില്ലാത്ത ഒരുത്തനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചൊരു സ്ഥാനത്തെടുത്തുമ്പോ അവൻ വഴിപിഴച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കേണ്ടതായിരുന്നു. താൻ കാര്യം അറിയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. മേയറായപ്പോ അവൻ കള്ളക്കടത്തുകാരും മദ്യമാഫിയക്കാരുമായി ചേർന്ന് ധൂർത്തടിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഈ സിറ്റിയിൽ അവിഹിതമായി പലയിടത്തും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നത് കണ്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടില്ലെന്ന് അടിച്ചു. ഇവിടെ അവനെ മറയാക്കി മറ്റു ചിലർ മുതലെടുക്കുകയാണെന്നേ ഞാൻ പറയൂ. നീ ഇതൊക്കെ സ്റ്റേറ്റ് കൗൺസിലിൽ വന്ന് പറയൂ. ഇക്കാര്യം ചർച്ച ചെയ്യാൻ നമ്മളിന്ന് കൂടുന്നുണ്ടല്ലോ. ആരെ പ്രതിയാക്കണം, ആരെയൊക്കെ ശിക്ഷിക്കണം എന്ന് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. എനിക്കറിയാം സർക്കാരിന്റെ സമ്മർദ്ദ തന്ത്രം. ബ്ലാക്ക് മെയിലിംഗ് ആണ്, പെൺവാണിഭം, സ്പിരിറ്റ് കുമ്പോണം, കോൺട്രാക്ട് വെട്ടിപ്പ് തുടങ്ങി നിങ്ങൾ ചെയ്ത പാതകങ്ങളുടെ എല്ലാ തെളിവുകളും ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ വരുതിയിൽ വരുത്തുക. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഗർജിച്ചു നടന്ന നിങ്ങളെയൊക്കെ തരിയുടച്ച് ഷണ്ടന്മാരാക്കിയിരിക്കല്ലേ? ഡെമോക്രസിന്റെ വാളുപോലെ ഈ ഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങുമ്പോൾ സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ശബ്ദിക്കാനാകും? പ്രതിപക്ഷം നിർവീര്യമായതിന്റെ കാരണം അത് തന്നെയല്ലേ? ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. അല്ല മിസ്റ്റർ കുഞ്ഞുകുട്ടി, തെറ്റുപറ്റിയത് എനിക്കാണ്. നിങ്ങളടക്കമുള്ള സഹമന്ത്രിമാരെ ക്രമം വിട്ട് ഞാൻ സഹായിച്ചു. പ്രധാന വകുപ്പുകൾ തന്നെ ഏൽപ്പിച്ചു. അവിടെ നടന്ന ക്രമക്കേടുകൾ അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തത്? ഈ നരേന്ദ്രനും ദിവാരനും അടക്കം ഇല്ലാത്ത പരാതികൾ പറഞ്ഞുണ്ടാക്കി എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിടിച്ചിറക്കിയില്ലേ? അതിന് ഗുരുവായൂരപ്പൻ തന്ന ശിക്ഷയാണിത്. അതിലെനിക്ക് പങ്കില്ല ലീഡർ. അങ്ങേ ഇറക്കാൻ ഞാൻ കൂട്ടുനിന്നിട്ടുമില്ല. ഭരണം മാറിയപ്പോ പുതിയ സർക്കാരിനോടൊപ്പം നിന്നുവെന്നുള്ളത് നേരാണ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു അബ്കാരി കോൺട്രാക്ടറും സ്പിരിറ്റ് ഡീലറും കൂടി ആവുമ്പോ എന്റെ സ്ഥിതി അത് തന്നെയാണ്. എന്നിട്ടും കിട്ടിയില്ലേ? ഇനി അത് അനുഭവിച്ചോളൂ. ഇപ്പോഴും നിങ്ങൾ എല്ലാം ചേർന്ന് എന്നെ കാണാൻ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, സ്വയം രക്ഷപ്പെടാനല്ലേ. അവന്മാരെ ഇറക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറാനും എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എടോ, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതല്ലേ നിങ്ങളൊക്കെ കാണിച്ച നന്ദിയോടോർത്തപ്പോ. അവന്മാരെ ഇറക്കാൻ എന്റെ കാഴ്ചപ്പാടിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതെന്താണാവോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഭിന്നത വർദ്ധിപ്പിക്കുക. അനന്തം ഗ്രൂപ്പ് എന്നും ലൂക്കോസ് ഗ്രൂപ്പ് എന്നും കൃഷ്ണൻ നായർ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്ന അവന്മാരെ തമ്മി തല്ലിച്ച് എന്നേക്കുമായി അകറ്റുക. പാർട്ടി തെരഞ്ഞെടുത്ത മേയറെ മുമ്പ് നിങ്ങൾ അവമാനിച്ചിട്ടുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്താലും തല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു? തനിക്ക് വിരോധമുള്ളവരെ തല്ലി ഒതുക്കുക, താങ്ങി നിൽക്കുന്നവർ എന്ത് തെറ്റ് ചെയ്താലും സഹായിക്കുക. അതല്ലേ സഖാവെ നിങ്ങളും ചെയ്യുന്നത്? നമ്മുടെ പ്രധാന ശത്രുക്കളായ BSSകാർക്ക് അനുകൂലമായി പോലും സഖാവ് പലപ്പോഴും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഞങ്ങൾക്കറിയാം. BSS നേതാവ് ജയചന്ദ്രൻ നിങ്ങളുടെ പെങ്ങടെ നായരല്ലേ? അനാവശ്യം പറഞ്ഞ കുത്തി കീറുകളെ. ഞാൻ കാര്യം പറയുമ്പോ ചൂടാവരുത്. ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും, ഇവിടെ അല്ലെങ്കിൽ മേൽ കമ്മിറ്റിയിൽ. തത്വങ്ങൾക്ക് വിപരീതമായി ലെനിൻ രൂപം കൊടുത്ത രാഷ്ട്രീയ ഘടനകൾ സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ സംഘടനകളായി അധപ്പതിച്ചപ്പോഴാണ് സോവിയറ്റ് റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നത്. ചൈനയിലാണെങ്കിൽ എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം? റഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണ തകർച്ച ചൂണ്ടിക്കാട്ടി
മാർക്സിസത്തെ വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനത് പറഞ്ഞത്. ആ പ്രത്യയശാസ്ത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ഭരണാധികാരികളാണ് അതിൽ കുറ്റക്കാരെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പോലും താൻ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, മാമോ ലെനിൻ തുടങ്ങി പാർട്ടി ആദരിക്കുന്നവരെ പോലും വിമർശിക്കുമെന്ന് വെച്ചാൽ ഇല്ല സഖാവേ, അവരെ ഞാനും ആദരിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വം മറന്ന് മറ്റുള്ളവരെ അന്ധമായി അനുസരിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. 1948 കൽക്കട്ട തീസിസ് ആഹ്വാനം ചെയ്തത് തെറ്റായി പോയിന്നിപ്പോ പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. റഷ്യൻ പാത സ്വീകരിച്ചതിലുള്ള പിഴവ്. 70കളിൽ ഇവിടെ നക്സൽ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് ആ മൂവ്മെന്റിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ വരട്ട് തത്വവാദികളെന്നും അത് നിങ്ങൾക്ക് സമ്മതിക്കാനാവോ? ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായി മാവോയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തും പിന്നീടും ചൈനയിൽ നടന്ന സംഭവങ്ങളെ മുഴുവൻ ന്യായീകരിക്കാനാവോ? 4 സംഘം നടത്തിയ കൾച്ചറൽ റെവല്യൂഷൻ, ടൈനമിൻ കൂട്ടക്കൊല, ടിബറ്റിനെ കീഴ്പ്പെടുത്തൽ, ഇന്ത്യൻ അതിർത്തിയിലേക്കുള്ള കയ്യേറ്റം, ഇപ്പോൾ അമേരിക്കൻ കുത്തകകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഈ തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ നോട്ടീസിൽ പറഞ്ഞ എനിക്കെതിരായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ, മേയറെ തല്ലി, DD-യെ തല്ലി, സേവ്യറെ തല്ലി, യുവജനങ്ങളെ പ്രകോപിപ്പിച്ച് സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു, ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതെന്താണോ താൻ പറഞ്ഞതല്ലേ? കണ്ണൂരിൽ MIFIക്കാരോട് താൻ പ്രസംഗിച്ചതല്ലേ? അതെ, ചെറുപ്പക്കാരോട് അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ്. ഞാനത് ആവർത്തിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ തല്ലിയതിനെ പറ്റിയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ പലരെയും തല്ലിയിട്ടുണ്ട്, കുത്തിക്കീറിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, എന്നെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ എന്നെ വിചാരണ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്ത കുറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്കെതിരെ എന്ത് നടപടി എടുക്കാം. എനിക്ക് യാതൊരു വിരോധമില്ല. കൂടുതലൊന്നും പറയുന്നു.